ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലും ട്രഡീഷണൽ സ്നാക്കാണ് കേട്ടോ തരിവട്ട്. പഴയകാല ചായക്കടയിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു തരിവട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയിക്കുന്ന ചായക്കടയിലൊക്കെ ഈ കണ്ണാടി ചില്ലിലിട്ട് വെക്കുമല്ലോ, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും വാങ്ങിച്ച് കഴിച്ചു പോകുന്നൊരു ഐറ്റം പോലും ഇത്. എൻ്റെ ഉമ്മാമയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് തരിവട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇതുപോലെ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ റവക്ക് തരി എന്നാണ് കേട്ടോ പൊതുവേ കോമൺ ആയിട്ട് പറയാറുള്ള വേർഡ്, അതുകൊണ്ടാണ് കേട്ടോ തരി എന്ന് ഞാൻ പറയുന്നത്. അടുത്ത ഇതിലേക്ക് സെയിം കപ്പ് അളവ് തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ക്യുമിൻ സീഡാണേ. അടുത്ത ഇതിലേക്ക് 2 ടീസ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇതെന്തായാലും നിർബന്ധമായിട്ട് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ, കാരണം മെയിനായിട്ട് ഇത് ഈ ഒരു തരിവട്ടിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റംസും എല്ലാ ഭാഗത്തുമായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഞെരിടിയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ റവയും തേങ്ങയൊക്കെ കൂടി നല്ലപോലെ യോജിച്ചോളും. അപ്പോൾ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് കൂട്ടി വെക്കുക. എന്നിട്ട് പാനൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി തുടങ്ങുന്ന സമയത്ത് നല്ലപോലെ കുറച്ച് വെക്കുക ഫ്ലെയിം. എന്നിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ചുരുങ്ങിയത് ഒരു 10 മിനിറ്റ് എന്തായാലും ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവ ഇനി ഇത് വേവിക്കാൻ പോകുന്നൊന്നുമില്ല, ഇതുപോലെ നല്ലപോലെ റോസ്റ്റായി കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് റവയും കുറച്ചൊന്ന് വെന്ത് വരണം കേട്ടോ. ഡയറക്റ്റ് കഴിക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് എന്തായാലും റോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്ത് എന്താ സംഭവിക്കുകയെന്ന് അറിയാം, റവ നല്ലപോലെ വേവാതെ പെട്ടെന്ന് കളറ് മാറി വരും കേട്ടോ. പക്ഷേ കളറ് മാറാൻ പാടില്ല, എന്നാലും നല്ലപോലെ റവ റോസ്റ്റ് ആവാൻ വേണം, വെന്തും വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മധുരം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. അഥവാ ഓവർ മധുരമായിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയും തരിയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നല്ല തിളച്ച ചൂടുവെള്ളമാണ് വേണ്ടത്. ഒട്ടും പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം നമ്മുടെ ഓൾറെഡി റവയൊക്കെ വെന്ത് നിൽക്കുന്ന സമയമാണ്. അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റവയൊക്കെ ഒന്ന് ചെറിയ രീതിക്കൊന്ന് നനഞ്ഞ് കിട്ടണം, കാരണം നമുക്കിത് ഉരുട്ടിയിട്ട് ഷേപ്പാക്കാൻ പാകത്തിനായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 1/4 കപ്പ് നോക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചില റവക്ക് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും, അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊരു വെള്ളത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് ഞാനൊരു 1/4 കപ്പിൽ കുറച്ചും കൂടി ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഈ റവ കൈ കൊണ്ട് തൊട്ട് വെക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കേട്ടോ നനവ് ഉണ്ടോ എന്നുള്ളത്. ചെറിയ രീതിക്ക് നനവ് വേണം നമ്മുടെ ഈ ഒരു മിക്സിൽ എല്ലാ ഭാഗത്തുമായിട്ട്, അത്രയും ശ്രദ്ധിക്കണം. വെള്ളം നിങ്ങൾക്ക് എക്സ്ട്രാ എത്ര വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓവർ നനയാനും പാടില്ലേ.
അപ്പോൾ തരിവട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ വേണം കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനേ പാടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ മെഷറിംഗ് കപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പല രീതിക്കുള്ള മോൾഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോൾഡ് ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണ് സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടാവില്ലേ ചെറുത്, അപ്പോൾ അതിലായാലും മതി. ഏതാണ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്താൽ എടുക്കാൻ എളുപ്പമുള്ള ഏതിലും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മെഷറിംഗ് കപ്പ് എടുത്തിട്ട് ഇതിലേക്ക് നല്ലപോലെ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ തരിവട്ടിൻ്റെ മിക്സ് ഈ ഒരു കപ്പിലേക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ, എങ്കിലേ ഷേപ്പായിട്ട് കിട്ടുള്ളൂ. ഒന്നിക്ക് കൈ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മിക്സ് ചൂടോടെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറച്ചു പോകും, അപ്പോൾ ഷേപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല രീതിക്ക് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ, കപ്പൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടോട്ടം ഒന്ന് തട്ടിക്കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വന്നോളും. നല്ല ഷേപ്പായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വൈകുന്നേരത്തെ ചായക്കായാലും രാവിലത്തെ ചായക്കായാലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ്. കാരണം നമ്മുടെ അടുക്കളയിൽ സ്ഥിരമായിട്ടുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കാണാൻ നല്ല മുഞ്ചുള്ള, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്